പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ സീരിയൽസിൽ വരുമ്പോഴും ഉം. ഒരു ആക്ടർ ഒരാക്ടർ എന്ന് പറഞ്ഞ് എനിക്ക് ചിലപ്പോൾ ട്രോള് വരും. പക്ഷെ പറഞ്ഞു ആ. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്റ്റാർ മാജിക്കിൽ പോയി കഴിയുമ്പോൾ ഉം. അതിൽ നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ, അത് എനിക്ക് മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ആ. കാണിക്കുമ്പോൾ നമ്മളുടെ കഥാപാത്രങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുന്ന സീരിയലിൽ വിളിക്കാതാവുന്നു പറഞ്ഞു. പക്ഷെ ചേട്ടൻ ബാക്ക് ടു സ്റ്റാർ മാജിക്ക് അല്ല, പോയി. ബാക്ക് ടു സ്റ്റാർ മാജിക് പോയി എന്ന് വെച്ചാൽ ഒരു 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ സ്റ്റാർ മാജിക്കിലേക്ക് എത്തുന്നത്. ആ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ അത് ഒരു ഒരു 3 സെക്ഷനാണ് ആ ഇത് പറയുന്നത് സ്റ്റാർ മാജിക് വന്നത്. അപ്പോൾ ആദ്യം വന്ന് ഇൻട്രൊഡക്ഷനും ഈ തമാശ പറയാൻ വേണ്ടി അല്ലെ കൗണ്ടർ അടിക്കാൻ വേണ്ടി ബിനു അടിമാലി, അങ്ങനെ തമാശക്കാർ സുമേഷ്, ഇപ്പം എല്ലാവരും ഇവരൊക്കെ നമ്മളെ ബിനു അടിമാലി ആയാലും ബാക്കിയുള്ള സുമേഷ് ആയാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ കൊമേഡിയൻസ് അല്ലെങ്കിൽ കോമഡി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെ കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വരുന്നത് അതൊരു സെക്ഷൻ, ഫസ്റ്റത്തെ ഇൻട്രോ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡാൻസോ അങ്ങനത്തെ പരിപാടി, അതിന് കളർഫുൾ ആവാൻ വേണ്ടിയാണ് പെൺകുട്ടികൾ. അത് കഴിഞ്ഞിട്ടുള്ള ഗെയിമിന്റെ സെക്ഷൻ, ഗെയിമിന്റെ സെക്ഷൻ മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, നവീനും ഞാനുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗെയിമിന്റെ സെക്ഷൻ വരുമ്പോൾ ഞാൻ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗെയിം അങ്ങനെ ഗെയിം കളിക്കും അവിടെ. അപ്പം അതിനു വേണ്ടിയാണ് നമ്മളെ അധ്വാനമുള്ള പരിപാടിയൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പം നമ്മളവിടെ ഇവർക്ക് പറയുന്നത് പോലെ ഇപ്പം ലേപ്പൽ വെച്ചിട്ടുണ്ടാവും അവർക്ക്, നമുക്ക് മൈക്കാണ്, അപ്പം ഇന്നിയർ പിന്നെ ലേപ്പലും വെച്ചിട്ടുണ്ടാവും. അപ്പം ഈ ബിനുചേട്ടനും ബാക്കിയുള്ളവരൊക്കെ അടിക്കുന്ന പോലെ കൗണ്ടർ നമുക്ക് അടിക്കാൻ പറ്റില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ വന്നിട്ട് നമ്മൾ മൈക്ക് എടുത്ത് വെക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കൗണ്ടർ പറഞ്ഞാൽ കൊളാവും, അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ അതിനെ അവിടെയാണ് ഞാൻ കണ്ടില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു തമാശ പറഞ്ഞ് ചമ്മിയാലും അതും കൗണ്ടർ ആക്കിയിട്ട് എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ എന്ത് പറഞ്ഞാലും കൗണ്ടർ ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ അതിൽ വരുമ്പം ഇവർക്ക് എന്ത് പറയാം. അപ്പം പെട്ടെന്ന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ പറയുമ്പോൾ മണ്ടൻ കിഴങ്ങൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പം അത് നമുക്ക് ചെയ്യുന്ന നമ്മൾ കുറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മെയിനായിട്ട് വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ഞാനും നവി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അപ്പം അങ്ങനെ പറയുമ്പോൾ കാണുന്നവർക്ക് പക്ഷെ അത് അതിന്റെ സെൻസിൽ എടുക്കൂ. എന്ന് വെച്ചാൽ ഈ സ്റ്റാർ മാജിക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് കുറെ. ഞാൻ ഇതൊന്നും കാണാറില്ല, ചളി കോമഡി. ആ സ്റ്റാർ മാജിക്കിന്റെ ഒരു പാറ്റേൺ അതാണ്. ആ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുന്ന, അല്ലാണ്ട് ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ട് അത് അത്രയും ഒരു യൂട്യൂബ് വീഡിയോ തന്നെ അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സും അല്ലെങ്കിൽ അതിന് ഉണ്ടാവുന്ന വ്യൂവേഴ്സും, ഇത് വേറൊരു ഷോക്ക് കാണുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് രാത്രിക്ക് നമ്മൾ ഉറങ്ങാൻ നേരത്ത് മനസ്സമാധാനത്തോടു കൂടി കുറച്ച് തമാശയൊക്കെ കേട്ട് ചളി കൗണ്ടറൊക്കെ തന്നെ സമ്മതിച്ചു റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ചിരിക്കോ, നമ്മൾ ചിരിച്ചോണ്ട് കിടന്നുറങ്ങാൻ ആൾക്കാർ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് ഇവരുടെ സ്കിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്നുവെച്ചാൽ ഇവരുടെ കൂടെ നമ്മൾ ഫുൾ പ്ലസന്റ് ആണ്. ഈ ഒരു ദിവസം 2 3 എപ്പിസോഡ് എടുക്കുന്നവർക്ക് നമ്മളവിടെ ഫുൾ ടൈം ഫ്ലോറിൽ നിൽക്കുവാണ്. രാത്രി വരെ നമ്മളെടുത്ത് ഈ ഗെയിമും ചെയ്ത് ഇവരുടെ കൗണ്ടർ കേട്ട് ഭയങ്കര രസമാണ് ആ ഫ്ലോർ. അതിന് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ സീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടും. അതേപോലെ ആ സ്റ്റാർ മാജിക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അല്ലാണ്ട് അങ്ങനെ സ്റ്റാർ മാജിക്കിനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ചേട്ടാ. അതുപോലെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അതിനകത്ത് ഈ ചാട്ടയുടെ അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാവരും. അതിനകത്ത് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് പെയിനൊന്നും അല്ല, തെർമോക്കോളിൽ ചെയ്യും, തെർമോക്കോളാണ് ഒടിഞ്ഞു പോകുന്നത്. പക്ഷെ അത് എന്താണ് പ്രോപ്പർട്ടി എന്നറിയാൻ ആഗ്രഹമുണ്ട്. അടി കൊണ്ടൊന്നും തോന്നുന്നു എന്നുള്ളതല്ല, ആ പ്രോപ്പർട്ടി ചാട്ട എന്താണ്, ആക്ച്വലി എന്താണത്? ചാട്ടവാർ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആ ഗെയിമിന്റെ ഒരു മെയിൻ ഫൺ പാർട്ടാണ്. മിക്കവാറും ഇത് ഗെയിം കഴിഞ്ഞ് മിക്കവാറും വിനുചേട്ടന്റെ ടീമാർക്ക് നോക്കാം, അതെന്താണെന്ന് അറിയില്ല. പുള്ളിയുടെ തല വരെയാണ്. വീട്ടിൽ പുള്ളി പറഞ്ഞു എനിക്കിപ്പോ മോന്റെ കൂടെ സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല, പോയി കഴിഞ്ഞാൽ ആൾക്കാര് പിള്ളേരൊക്കെ പിള്ളേരൊന്നൊരു വില തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ. അത് അങ്ങനെ അത് ആക്ച്വലി നമുക്ക് റിവീൽ ചെയ്യാൻ പാടില്ല. അത് അതിന് പെയിനൊക്കെ ഉണ്ട്. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പെയിൻ ഉണ്ടാവും. എന്തായാലും എങ്ങനെയാലും എന്ന് വെച്ചാൽ അത്ര ശക്തിയിലുള്ള അടിയാണ്. പക്ഷെ അത് അങ്ങ് സഹിക്കാവുന്ന പെയിൻ അത്രേ ഉള്ളൂ. അല്ലാതെ അത് അതിന്റെ അടി കൊള്ളുന്ന വേദനന്റെ അല്ല, ആ അടി കിട്ടാനുണ്ടാവുന്ന സിറ്റുവേഷൻ, സാഹചര്യം, അതൊക്കെയാണ് അതിന്റെ ഫൺ പാർട്ട്. അത് ചെയ്യുന്ന സമയത്തുള്ള അതിന് കൊടുക്കുന്ന പണിഷ്മെന്റ്. ഇപ്പൊ പുതിയതും കൂടി തുടങ്ങിയിട്ട് തവളച്ചാട്ടം, അങ്ങനെ ഒരു പരിപാടി കൂടി തുടങ്ങിയിട്ടുണ്ട്, പണിഷ്മെന്റ്. അപ്പൊ അതും കൂടി തുടങ്ങിയിട്ട് അപ്പം ഇത് നമ്മൾ ഓരോ ഗെയിം കഴിയുമ്പോൾ നമ്മൾ വെല്ലുവിളിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന്റെ ഒരു സ്പിരിറ്റാണ് അത്. ഗെയിമൊക്കെ തുടങ്ങുന്ന സമയത്ത് ബാക്കി എല്ലാവരും വന്ന് ഇങ്ങനെ ഗെയിം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അത് ചെയ്ത് കൊടുക്കും, ഇങ്ങനെയാണ് പറഞ്ഞ് നമ്മൾ എല്ലാവരും ഭയങ്കര ആവേശമാണ് ഈ ഗെയിം വരുന്ന സമയത്ത്. ആ ഒരു ആവേശത്തിന്റെ ഒരു പരിണിത ഫലമാണ് ഈ ചാട്ടവാറടി. അത് വലിയ പെയിൻഫുൾ ഒന്നുമല്ല, എന്നാലും ഇടയ്ക്ക് ചില കിട്ടാറുണ്ട്. ഫ്രോക്ക് ഇട്ട് വന്നു കഴിഞ്ഞാൽ പറയാറുണ്ട് ഈ ഫ്രോക്ക് ഇങ്ങനെ പിടിക്കണം.
ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എന്നാലേ കൊള്ളൂ. അതെ, അല്ല, അല്ലെങ്കിൽ ഞാൻ ഫ്രോക്കിന് പറഞ്ഞ പണയം ഹാഫില് പറഞ്ഞ് ഹാഫില് ആ. അപ്പൊ താഴെ അടിയുള്ളൂല്ലോ നല്ല. താഴെയുള്ളൂ. അതെ, അപ്പോഴെന്തായാലും വേന വേന എടുക്കും, വേന അതിനിടയ്ക്ക് അത് ചെറിയ അങ്ങനെ ഭയങ്കര ഞാൻ പറഞ്ഞില്ല ബെയറബിൾ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന. അതെ അതെ